പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരംഗയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവുകളും നേരുകയാണ്. രാജ്യത്തോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാത്തിനുമുപരിയായി ജീവിക്കുന്ന രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ യാത്ര രാഷ്ട്രീയത്തിനതീതമായി, മതങ്ങൾക്കതീതമായി, എല്ലാവിധത്തിലുമുള്ള വിഭാഗീയതയ്ക്കും അതീതമായി രാജ്യത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മാതൃരാജ്യത്തുള്ള സ്നേഹം പ്രകടമാകുന്നതെന്ന് ഈ യാത്രയിലൂടെ ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം ഏറ്റെടുത്ത ഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ള രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനം ഈ രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയെ, അഖണ്ഡതയെ, അതിനേക്കാൾ ഉപരിയായി നിശ്ചയദാർഢ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ജീവൻ എത്രത്തോളം വിലയുള്ളതാണ്, അതിനെ പകരം ചോദിക്കുവാൻ പ്രാപ്തിയും കഴിവുമുള്ള ഒരു സൈന്യമുണ്ട് രാജ്യത്തുനിന്ന്. പ്രതിരോധ മേഖലകളെ അതിനെ ശക്തമാക്കിയിട്ടുണ്ടെന്ന്, അതിനേക്കാൾ ഉപരിയായിട്ട് എവിടെയും കയറി ചെന്ന് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ പോലും സന്നദ്ധമായി ലക്ഷക്കണക്കിന് പടയാളികൾ മുന്നോട്ട് വന്ന് അവരുടെ ജീവൻ ഏതെല്ലാം പ്രതികൂല കാലാവസ്ഥകളാണെങ്കിൽ പോലും അവയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സൈന്യമുള്ള രാജ്യത്ത് നിന്ന് കാണിച്ചു കൊടുത്തൊരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല, അതിൻ്റെ പിന്നിൽ ആരാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏത് രാജ്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ച ആ നാൾ മുതൽ, രണ്ട് രാജ്യങ്ങളായി മാറിയ ആ ദിവസം മുതൽ ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒളിപ്പോരുകൾ പല പേരിലും പല രീതിയിലും പല സ്ഥലങ്ങളിലുമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം വ്യക്തമാക്കുന്ന, അത് കാശ്മീരിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് പോലും ഇന്ത്യക്കെതിരായിട്ടുള്ള വാക്പോരുകളും അതിനേക്കാളുപരിയായിട്ട് രാജ്യത്തിൻ്റെ പൗരന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പലതും നമ്മൾ കണ്ടതാണ്. യാത്രാഭിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോയത് മുതൽ അങ്ങനെ ചരിത്രത്തിൽ എണ്ണി പറയാവുന്ന മനുഷ്യന് ജീവൻ വെച്ചുകൊണ്ട് വിലപേശിയ എത്രയോ സംഭവങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് പലപ്പോഴും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മളതിനെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതൊരു പാഠമാണ്. ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഇതൊരു പാഠമാണ്. ഈ രാജ്യം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചില തീരുമാനങ്ങളുമായിട്ട് രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുവാൻ, രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റെയും ജീവൻ സംരക്ഷിക്കുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ആ തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള രാജ്യത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു അത്. ഈ രാജ്യത്തിലെ ഓരോ പൗരനും ആ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ രാജ്യത്തിലെ ഓരോ പൗരനും ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന മണ്ണ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി മരിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന, നമുക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നവരുടെ ആ തീരുമാനങ്ങളോട്, നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന സൈനികരോട് ചേർന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ തിരംഗ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവരുടെ പ്രതിബദ്ധതയുടെ പ്രകടനമാണ്.
അവരോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുമുണ്ട് എന്ന് കാതങ്ങൾക്കപ്പുറം ഇന്ന് ഈ ഭാരതത്തിൻ്റെ ഈ ഒരു മാഗ്യദേശത്ത് ഞങ്ങളും അങ്ങ് കാശ്മീരിൽ നിൽക്കുന്ന ഓരോ സൈനികൻ്റെയും ഹൃദയമിടിപ്പിനോടുകൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചേർത്ത് വെക്കുന്നുവെന്ന്, അവരുടെ കരങ്ങൾക്ക് ഞങ്ങൾ ശക്തി പകരുന്നുവെന്ന് നമ്മുടെ തിരംഗ യാത്ര ഇന്ന് പ്രകടമാക്കിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും ഇതിനുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നിങ്ങളുടെ തീരുമാനത്തിലുള്ള പ്രതിബദ്ധതയും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റെ ഹൃദയം തുടിക്കണം. നമുക്ക് വേണ്ടിയിട്ട് ഓരോ അതിർത്തിയുടെ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന ഓരോ സൈനികരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കണം. അവരുടെ ആദരവ് മൂലം, അവരോടുള്ള സ്നേഹം മൂലം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് രാവും പകലും ഉറക്കം വിളിച്ച് അതിനേക്കാളുപരിയായിട്ട് ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ അവരെ പോയി കണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന്. അവരുടെ ശക്തിയാണ് രാജ്യത്തിൻ്റെ ശക്തി, അവരുടെ തീരുമാനമാണ് രാജ്യത്തിൻ്റെ തീരുമാനം. ഈ അവസരത്തിൽ ആ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നല്ലൊരു പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്കുള്ള ഏറ്റവും ശക്തമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട സമയം കൂടിയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഈ അവസരത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു വിജയമായിരുന്നു. അത് പഠിക്കേണ്ടവർ പാഠം പഠിച്ചു, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. ഈ രാജ്യത്തിലേക്ക് അയച്ച ഒരു മിസൈലോ ഡ്രോണുകളോ ഒന്നുപോലും നിലം പതിക്കാതെ കണ്ട് ആകാശത്തിൽ വെച്ച് പ്രതിരോധിക്കുവാൻ ശക്തിയുള്ള ഒരു രാജ്യമാണ് നമ്മളിന്ന് കാണിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇത് ലോകത്തിന് മുഴുവനുമുള്ളൊരു പാഠമാണ്. ഈ രാജ്യം സ്വയം പര്യാപ്തത്തിലേക്ക് എല്ലാ തലത്തിലും, പ്രതിരോധ തലത്തിലായിക്കൊള്ളട്ടെ, രാജ്യത്തിലെ മറ്റെല്ലാ തലങ്ങളിലും സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ആ രാജ്യത്തോട് നമ്മൾക്ക് അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമായിട്ട് കൂടി ഓപ്പറേഷൻ സിന്ദൂർ മാറി. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമ്മൾക്ക് നമ്മുടെ പ്രതിബദ്ധതയും സ്നേഹവും രാജ്യത്തോട് ആദരവും രാജ്യത്തിന് വേണ്ടി നല്ല തീരുമാനങ്ങളെടുത്ത ഭരണകർത്താക്കളോടുള്ള നമ്മുടെ ഓരോരുത്തരെയും ഒരിക്കലും വ്യതിചലിക്കാത്ത സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് ഈ തിരംഗ യാത്രയ്ക്ക് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും രാജ്യം പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ ഓരോ പൗരനും ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രാജ്യത്തോട് ചേർന്ന് നിൽക്കണം. അത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനാശംസകളോട് നേർന്നുകൊണ്ട് അതിനേക്കാളുപരിയായിട്ട് തിരംഗ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ മാഗ്യദേശത്തെ BJPയുടെ എല്ലാ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതോടൊപ്പം സഹകരിച്ച എല്ലാ പൗരന്മാർക്കും ഈ യാത്രയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇത് രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ ഒന്നുചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇനിയും തുടർന്നും ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.